സമരം ചെയ്ത് ജയിലിൽ പോകുന്ന സഖാക്കളെ പുറത്തിരുന്ന് സംഘികൾ പരിഹസിക്കുന്നത് പലപ്പോഴും കാണാം. അവരുടെ കൂടെ കൂടി മൂരികളും കോൺഗ്രസുകാരും താളമിട്ട് കൊടുക്കുന്നതും നമ്മൾ കാണുന്ന പതിവാണ്. പക്ഷെ അങ്ങനെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സഖാക്കന്മാരെ പ്രസ്ഥാനം അങ്ങ് മറക്കുമെന്ന് കരുതുന്നവർക്ക് മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യുവജന നേതാക്കൾ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ പോയതിനു ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ സന്ദർഭത്തിലെ ദൃശ്യം കണ്ടേ. കൽത്തുറങ്കുകളും കണ്ടോ, എന്തൊരു ആവേശോജ്വല സ്വീകരണമാണ്. ജയിലുകൾ എന്തോ മോശ ഇടാണ്, പ്രതിഷേധിക്കാൻ പാടില്ല, അടിമകളെ പോലെ നിൽക്കണമെന്നുള്ളതാണ് സംഘികൾ ആവശ്യപ്പെടുന്നത്. കാര്യം സംഘികളുടെ മനോഭാവവും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോൺഗ്രസുകാരും മൂരികൾക്കും അതേ മനോഭാവമാണ്. കാര്യം ജയിലുകളിൽ പോകുന്നത് എന്തോ മോശക്കാരാണെന്ന്. കാര്യം ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ ഒന്നായിപ്പോയി കഴിഞ്ഞ ഇവരുടെ പ്രമുഖ നേതാവ് പുറത്തിറങ്ങാൻ വേണ്ടി എഴുതി കൂട്ടിയ മാപ്പും പിന്നീട് ഷൂ വർക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായി നിൽക്കുന്നവർ ജയിലിൽ പോകുമ്പോൾ എന്തോ ഒരു വലിയ പണി കിട്ടിയെന്ന് കരുതുന്നത്. ഈ അടുത്ത കാലത്ത് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയവരെല്ലാം തീഹാർ ജയിലിൽ പോകും, ജയിലിടിഞ്ഞാൽ പുറത്തു വരില്ല എന്നുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ നാട്ടിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ. അനാവശ്യമായിട്ട് അധികാരം ഉപയോഗിച്ച് വ്യക്തികളെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ സമരം ചെയ്യും, സഖാക്കന്മാർ ജയിലിൽ പോകും. അവർ തിരിച്ചു വരുമ്പോൾ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് നൽകും. അവർ പോയതോടുകൂടി അവരെ ആരും മറന്നു പോകുന്നില്ല. പക്ഷെ പോയി വരുമ്പോൾ അവർ കൂടുതൽ പ്രസ്ഥാനങ്ങളിൽ ശക്തരും കരുത്തരുമായി മാറുന്നു. അതാണ് ദേ ഈ കണ്ടത്. തിരിച്ചു വരുമ്പോൾ അവർ ആവേശത്തോടുകൂടി സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കും. കണ്ടമിടറുന്ന മുദ്രാവാക്യത്തോടെ അവരെ സ്വീകരിക്കും, രക്തഹാരം അണിയിക്കും. എന്നിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി വീണ്ടും വീറുറ്റ പോരാട്ടത്തിനായി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കും. ഇതൊക്കെ നട്ടല്ലുറപ്പുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പോലീസിനെ കാണുമ്പോൾ മുങ്ങുകയോ ബ്രിട്ടീഷുകാരെ കാണുമ്പോൾ നടുവളച്ചു നിന്ന സംഘികൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് EDയെ വിറപ്പിച്ചിട്ട് 25 പേർ ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും അവർ പുറത്തിറങ്ങുമ്പോഴും ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള സ്വീകരണം നൽകും. കുറച്ച് ദിവസത്തേക്കൊക്കെ അവർക്ക് ജയിലിൽ കഴിയേണ്ടി വരുമെങ്കിലും പുറത്തു വരുന്ന സഖാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പൊക്കമുള്ള സഖാക്കളായി മാറും. അതാണ് അവരുടെ പോരാട്ട വീര്യം. അതുകൊണ്ട് പരിഹസിച്ച് മോങ്ങുന്നവർ നിങ്ങളുടെ പണി തുടരുക. ഇതുകൊണ്ട് എന്തെങ്കിലും അവസാനിക്കുമെന്ന് കരുതണ്ട, തുടരത്തേ ഉള്ളൂ.